ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നമ്മളൊരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒറിഗാനോ ചേർക്കുന്നുണ്ട്. നമ്മുടെ പിസ്സയ്ക്കൊക്കെ നമ്മൾ ചേർക്കുന്നതാണ്. ഇതിൻ്റെ മെയിൻ ഫ്ലേവർ ഇതാണ്. കാരണം നമ്മൾ KFC സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒറിഗാനോയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ ഇല്ലെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ. അപ്പം അത് ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർക്കുമ്പോൾ നമ്മൾ പുളി കുറഞ്ഞ തൈര് എടുക്കണം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമ്മുടെ കൈ തന്നെ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 1 കിലോയോളം ചിക്കനാണ് എടുത്തേക്കുന്നത്. കറക്റ്റ് അളവൊന്നും അറിയത്തില്ല, എന്നാലും ഏകദേശം 1 കിലോയിൽ കൂടുതലുണ്ട്. അപ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്നു പോയതിന് ശേഷമുള്ളതാണ്. മീഡിയം സൈസ് അളവാണ്. അവർ കറിക്ക് കട്ട് ചെയ്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് KFC ചിക്കനൊക്കെ ഉണ്ടാക്കണേ കുറച്ച് വലിയ പീസായിരിക്കുമല്ലോ. അതാകുമ്പോൾ ഉള്ളു വേകാൻ ഇച്ചിരി സമയമെടുക്കും. ഇത് മീഡിയം സൈസ് ആകുമ്പം നമുക്ക് ഉള്ളൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ ഈ മസാലക്കൂട്ടിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ പീസിനകത്ത് ഈ മസാലയും പാലും എല്ലാം നല്ലതുപോലെ പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതൊരു 6 മണിക്കൂറല്ല, 6 തൊട്ട് ഒരു 8 മണിക്കൂർ വരെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം. ഫ്രീസറിലല്ല കേട്ടോ. അല്ലെങ്കിൽ ഒരു രാത്രി മൊത്തം വെച്ചാലും എടുക്കാം. രാവിലെ ചിക്കൻ ഫ്രൈ ആണെന്നെങ്കിൽ രാത്രി നമുക്ക് വെച്ചിട്ട് രാവിലെ പൊരിക്കാനെടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 6 മണിക്കൂർ വെച്ചിട്ട് എടുത്തതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ചിക്കൻ കഷ്ണങ്ങൾ ഈ മസാലക്കൂട്ടിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്ത് മാറ്റി പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മളിത് പ്ലേറ്റിലോട്ട് മാറ്റി എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് മസാല വെള്ളവും എല്ലാമായിട്ട് നമ്മൾ ചിക്കൻ പുരട്ടി വെച്ച പാത്രത്തിലുണ്ടല്ലോ, അത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. അതിലോട്ട് തന്നെ നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം. എന്നിട്ട് നമ്മളിതിൽ ചേർത്ത് കുറേ മസാലകളൊക്കെ ഉണ്ട്. കുരുമുളക് പൊടി അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുരുമുളക് പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ചുകൂടി ഇതിൽ ചേർക്കണം. 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഒറിഗാനോ പൗഡറും കുറച്ച് കുരുമുളക് പൊടി എല്ലാം ഇതിലും നമുക്ക് ചേർക്കണം. അപ്പോൾ കുരുമുളക് നമുക്ക് എരിവൊക്കെ കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടി മുളക് പൊടിയൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ എരിവൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇതിപ്പോൾ ഞാനൊരു മീഡിയം എരിവിനാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് കസ്റ്റേർഡ് പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പോൾ കസ്റ്റേർഡ് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം കോൺഫ്ലവർ ആയാലും ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം.
കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒറിഗാനോ ചേർക്കാം. കുറച്ച് ഒറിഗാനോയും കൂടെ ചേർക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. എല്ലാത്തിലും ആ കുരുമുളക് പൊടി ഒറിഗാനോയുടെ ഒക്കെ ഒരു ഫ്ലേവർ വേണമല്ലോ. ഇത് 2-3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ തന്നെയും നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ, കടയിലൊക്കെ അവർ ടേസ്റ്റിന് വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കുമായിരിക്കും അഡീഷണൽ. ഇത് നമ്മൾ കളറിനോ ടേസ്റ്റിനോ പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല. അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് മെനക്കെടണമെന്നേ ഉള്ളൂ കേട്ടോ. എപ്പോഴും ഒന്നും നമ്മൾ വല്ലപ്പോഴും ഒക്കെ ചിക്കൻ മേടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു ചിക്കൻ ഫ്രൈ ആണ് KFC ചിക്കൻ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചിക്കൻ ഈ ബാറ്ററിലോട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് നല്ലോണം മുക്കിയെടുക്കാം. മാവും എല്ലായിടും ആകത്തക്ക രീതിയിൽ ഒന്ന് ചിക്കൻ കഷ്ണം എല്ലാം ഒന്ന് മുക്കിയെടുക്കാം. അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പൊടിയുണ്ടല്ലോ, ആ പൊടിയിലോട്ട് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ നനഞ്ഞ കൈ വെച്ചിട്ട് നമ്മൾ പൊടി എടുക്കരുത്, അത് കുഴഞ്ഞു പോകും. നമ്മൾ മറ്റേ ഇടത്തെ കൈ വെച്ചിട്ട് ഈ ഉണങ്ങിയ കൈ ആയിരിക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് പൊടി ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നല്ലതുപോലെ പ്രസ് ചെയ്ത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കുറേ പ്രാവശ്യം ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ ചിക്കനകത്തോട്ട് ഈ പൊടി നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. നമ്മൾ ചിക്കൻ ഫ്രൈ മേടിക്കുമ്പോൾ കണ്ടിട്ട് ലെയറായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. നമുക്ക് അത്രയും പെർഫെക്റ്റ് ആവത്തില്ലെങ്കിൽ തന്നെയും ഒരുവിധം ശരിയായി എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് തട്ടിക്കളഞ്ഞിട്ട് ഈ അധിക പൊടി തട്ടി മാറ്റിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളെല്ലാം നമ്മൾ ആ മൈദാപ്പൊടിയിലോട്ട് പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. ചൂടായിട്ടുണ്ട്. നമുക്കിതിപ്പോൾ വെളിച്ചെണ്ണ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ KFC ചിക്കൻ്റെയൊക്കെ ആ ഒരു ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമ്മൾ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് സമയമെടുത്ത് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ആ തീ കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ ചിക്കൻ്റെ ഉള്ളു വേഗത്തില്ല കേട്ടോ. അപ്പോൾ കുറച്ച് സമയമെടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചിക്കനൊക്കെ മേടിക്കുമ്പോൾ കുറച്ചിങ്ങനെ മാറ്റി വെച്ചിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള സാധനമാണ് ചിക്കൻ ഫ്രൈ, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ഇപ്പോൾ വൈകിട്ട് രാത്രിയിലൊക്കെ ഭക്ഷണത്തിനായാലും ചപ്പാത്തിയുടെ കൂടെ ഇതുകൂടെ സാലഡും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാവും. അപ്പോൾ എൻ്റെ പാൻ കുറച്ച് ചെറുതായതുകൊണ്ടാണ് 3 കഷ്ണം വീതം ഞാൻ ഇടുന്നത് കേട്ടോ. ഒരുപാടിട്ട് പൊരിക്കുന്നതിനെക്കാട്ടി നല്ല 3-4 പീസൊക്കെ ഇട്ട് പൊരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ എടുത്ത് മാറ്റാം എണ്ണയിൽ നിന്ന്. പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എളുപ്പമല്ല, കുറച്ച് മെനക്കേടാണ്, എന്നാലും വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾ മേടിക്കുന്നതിനെക്കാട്ടി എത്രയോ ഇത്രയും മേടിക്കണ ഒരുപാട് പൈസയൊക്കെ കൊടുക്കണ്ടേ. അപ്പം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും പൊരിച്ചെടുക്കാം. നമ്മൾ ബാക്കിയുള്ളതും പൊരിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഞാൻ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബദാമും മുട്ടയുടെ വെള്ളയും ഒലിവ് ഓയിലും ഒക്കെ ചേർത്താണ്. അത് നേരത്തെ അതിൻ്റെ വീഡിയോ ഇട്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം, ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം അറിയിക്കണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.